എക്സസൈസ് 11.3 ആണ് എടുക്കേണ്ടത് അടുത്തത്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ക്യൂബോയിഡിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ അതുപോലെ ലാറ്ററൽ സർഫസ് ഏരിയ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഒരു ക്യൂബോയിഡൽ ബോക്സ്, ഈ ക്യൂബോയിഡ് ബോക്സിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം മനസ്സിലാവേണ്ടത്, അതായത് ഇത് ലെങ്ത്ത്, ഈ സൈഡ് ബ്രെഡ്ത്ത്, ഇത് ഹൈറ്റാണ്. അങ്ങനെയാണെങ്കിൽ അതായത് ഈ ഒരു ഭാഗത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അതേപോലെ തന്നെയാണ് ഇവിടെയും വരിക, ലെങ്ത്ത് ബ്രെഡ്ത്ത് ഏരിയ. ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്താണ്? ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ ഈ ഭാഗവും എന്തായി? ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് 2 ടൈം വന്നു. അതായത് എൽ ഇൻറ്റു ബി പ്ലസ് എൽ ഇൻറ്റു ബി 2 പ്രാവശ്യം വന്നു. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തിൻ്റെ ഏരിയ, ഇതെന്താണ്? ഹൈറ്റാണ്, ഇത് ബ്രെഡ്ത്ത്. അപ്പോൾ ബി ഇൻറ്റു എച്ച് ആണ് ഇവിടെ വരിക. അതുപോലെ തന്നെ ഈ ഭാഗത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നതും ബി ഇൻറ്റു എച്ച്. അപ്പോൾ 2 പ്രാവശ്യം അവിടെ ബി ഇൻറ്റു എച്ച് വന്നു. പ്ലസ് 6 ഫേസ് ആണ് ഉണ്ടാവുക. ഇനി ഈ ഒരു ഭാഗത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇത് എച്ച്, ഇത് എൽ. അപ്പോൾ എച്ച് ഇൻറ്റു എൽ അതേ തന്നെയാണ് ബാക്ക് സൈഡിലും വരിക. അപ്പോൾ എച്ച് ഇൻറ്റു എൽ എന്നുള്ളത് 2 പ്രാവശ്യം വന്നു. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗങ്ങളുടെ എല്ലാത്തിൻ്റെ ഏരിയ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണോ കിട്ടുന്നത് അതാണ് ക്യൂബോയിഡിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ. അപ്പോൾ ഒരിക്കൽ കൂടെ പറയാം, ഈ ഭാഗം എന്ന് പറയുന്നത് അതായത് ഇത് ലെങ്ത്ത്, ഇത് ബ്രെഡ്ത്ത്. അപ്പോൾ മുകളിലും അടിഭാഗവും എന്തായിരിക്കും? ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇനി ഈ ഭാഗം ഇത് ഹൈറ്റാണ്, ഇത് ബ്രെഡ്ത്താണ്. ബി ഇൻറ്റു എച്ച്, ഇത് ബി ഇൻറ്റു എച്ച്. അപ്പോൾ 2 ബി ഇൻറ്റു എച്ച്. ഇനി ഫ്രണ്ടും ബാക്കും, ഇവിടെ എച്ച്, ഇത് എൽ ആണ്. അപ്പോൾ എച്ച് ഇൻറ്റു എൽ, ഈ ഭാഗം എച്ച് ഇൻറ്റു എൽ. അങ്ങനെ എല്ലാം 2 പ്രാവശ്യം നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2LB പ്ലസ് 2BH പ്ലസ് 2HL ഇങ്ങനെ എഴുതാം അല്ലേ? അപ്പോൾ ഇതിലെല്ലാത്തിലും എന്ത് 2 കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ LB പ്ലസ് BH പ്ലസ് HL ഇതാണ് ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ ക്യൂബോയിഡ്. TSA എന്ന് പറയും, ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ ക്യൂബോയിഡ് എന്ന് പറയുന്നത് 2 ഇൻറ്റു LB പ്ലസ് BH പ്ലസ് HL. അപ്പോൾ അതെങ്ങനെയാണ് വന്നത് എന്നുള്ളത് നമ്മളിപ്പോൾ മനസ്സിലാക്കി ഈ ഫോർമുല പഠിച്ചു വെക്കണം. 2 ഇൻറ്റു LB പ്ലസ് BH പ്ലസ് HL. ഇനി അപ്പോൾ ഈ ഒരു ബോക്സ്, ക്യൂബോയിഡ് ബോക്സിൻ്റെ CSA എന്താ, അതായത് ലാറ്ററൽ സർഫസ് ഏരിയ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗത്തിൻ്റെ മാത്രമേ വരുള്ളൂ, അതായത് മോൾ ഭാഗവും അടിഭാഗവും വരില്ല. അപ്പോൾ നമ്മൾ നോക്കി ഈ ഭാഗം എന്താണ്? ബി ഇൻറ്റു എച്ച്, 2 ബി ഇൻറ്റു എച്ചും 2 എച്ച് ഇൻറ്റു എല്ലും. മോൾ ഭാഗവും അടിഭാഗവുമാണ് എൽ ഇൻറ്റു ബി. ആ ഭാഗം വരില്ല. CSA എന്ന് പറയുമ്പോൾ കേർവ് സർഫസ് ഏരിയ, ഈ ഒരു ഭാഗത്തിൻ്റെ മാത്രം. അതായത് കേർവ് സർഫസ് ഏരിയ, കേർവ്ഡ് സർഫസ് ഏരിയ അല്ലെങ്കിൽ CSA എന്ന് പറയും. ലാറ്ററൽ സർഫസ് ഏരിയ എല്ലാം ഇത് തന്നെയാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എന്താണ്? 2 BH പ്ലസ് 2 HL ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് എന്ത് കോമൺ ആയിട്ട് എടുക്കാം? 2H കോമൺ ആയിട്ട് എടുക്കാം. 2H കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ L പ്ലസ് B, അതായത് ഇവിടെ B ആണ് ബാക്കി ഉണ്ടാവുക, ഇവിടെ L ആണ് ഉണ്ടാവുക. ഒരു ഓർഡറിൽ എഴുതിയത് മാത്രം. 2H ഇൻറ്റു L പ്ലസ് B. അപ്പോൾ ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് എ ക്യൂബോയിഡ് എന്ന് പറയുന്നത് 2H ഇൻറ്റു L പ്ലസ് B ആണ്. ഇപ്പോൾ ക്യൂബിൻ്റെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ സൈഡിലും എന്താണ്? ഇപ്പോൾ ക്യൂബിൻ്റെ സൈഡ് എന്ന് പറയുന്നത് A ആണെന്ന് വിചാരിക്കുക. A ഇൻറ്റു A സ്ക്വയർ. ഇവിടെയും A സ്ക്വയർ, ഇവിടെ A സ്ക്വയർ, ഇവിടെ A സ്ക്വയർ, എല്ലാ സൈഡിലും A സ്ക്വയർ. അതായത് ഏരിയ എന്ന് പറയുന്നത് A ഇൻറ്റു A സ്ക്വയറിൻ്റെ ഏരിയ നമുക്കറിയാം എന്താണ്? സൈഡ് ഇൻറ്റു സൈഡ്. സൈഡ് A ആയിട്ട് എടുക്കുകയാണെങ്കിൽ A ഇൻറ്റു A സ്ക്വയർ. അപ്പോൾ 6 സൈഡ് ഉള്ളത് കൊണ്ട് ക്യൂബിൻ്റെത് TSA ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 6A സ്ക്വയർ എന്ന് എഴുതാം. അതുപോലെ ക്യൂബിൻ്റെ CSA എന്ന് പറയുമ്പോൾ ഈ 4 സൈഡിൻ്റെത് CSA എന്ന് പറയുന്നത് 4A സ്ക്വയർ ആണ്. അപ്പോൾ ഈ ഫോർമുല വെച്ചിട്ട് നമുക്ക് ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. എക്സസൈസ് 11.3 ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ എക്സസൈസ് 11.3 ആദ്യത്തെ ക്വസ്റ്റ്യൻ, there are 2 cuboidal boxes as shown in the following figure. Which box requires the least amount of material to make? അവിടെ ആ ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലീസ്റ്റ് എമൗണ്ട് ഓഫ് മെറ്റീരിയൽ ഏതിനാണ് വേണ്ടത്? അതായത് ഇവിടെ നമ്മൾ ഏരിയ കുറവുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ അതിനായിരിക്കും ലീസ്റ്റ് എമൗണ്ട് ഓഫ് മെറ്റീരിയൽ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ക്യൂബോയിഡൽ ബോക്സിൻ്റെ TSA ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ cuboid
ഈക്വൽ ടു എന്താണ് 2 ഇൻറ്റു എൽ ബി പ്ലസ് ബി എച്ച് പ്ലസ് എച്ച് എൽ ആണ്. നമുക്ക് ഇവിടെ എൽ എന്ന് പറയുന്നത് 60, ബി എന്ന് പറയുന്നത് 40, എച്ച് എന്ന് പറയുന്നത് 50. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 2 ഇൻറ്റു എൽ ബി 60 ഇൻറ്റു 40 പ്ലസ് 40 ഇൻറ്റു 50 പ്ലസ് 50 ഇൻറ്റു 60. അപ്പോൾ നമുക്ക് 2 ഇൻറ്റു ഇവിടെ 2400 പ്ലസ് 5 4s are 20 0 പ്ലസ് 30 0. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ആഡ് ചെയ്യാം. 2400 പ്ലസ് 2000 പ്ലസ് 3000 ആഡ് ചെയ്യുന്ന സമയത്ത് 4 7. അതേ ഇൻറ്റു 2 ഉണ്ട്, അതായത് 2 ഇൻറ്റു 7400 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 8 14 14800 ആണ് വരുന്നത്. ഇത്രയും സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമുക്ക് TSA, അതായത് ക്യൂബോയിഡൽ ബോക്സിൻ്റെത്. ഇനി ക്യൂബിൻ്റെത് കാണും. ക്യൂബിൻ്റെ കാണാൻ വേണ്ടി ക്യൂബിൻ്റെ 6 TSA എന്ന് പറയുന്നത് TSA ഓഫ് ക്യൂബ് ഈക്വൽ ടു 6a സ്ക്വയർ ആണ്. 6 ഇൻറ്റു എ എന്ന് പറയുന്നത് അവിടെ 50 ആണ്. 50 ഇൻറ്റു 50 300. 300 ഇൻറ്റു 50 എന്ന് പറയുമ്പോൾ 15 3 0. അപ്പോൾ 15,000 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ലീസ്റ്റ് മെറ്റീരിയൽ ഏതിനാണ് ആവശ്യമായിട്ട് വരുന്നത്? അപ്പോൾ ക്യൂബിനാണ് ഇവിടെ നമുക്ക് കൂടുതലായിട്ട് വരുന്നത്. ഏരിയ കൂടുതൽ ഏതിനാണ്? ക്യൂബിനാണ്. അപ്പോൾ കുറവ് വരുന്നത് ക്യൂബോയിഡൽ ബോക്സിനാണ്. അപ്പോൾ ലീസ്റ്റ് മെറ്റീരിയൽ ആവശ്യമായത് ക്യൂബോയിഡൽ ബോക്സിനാണെന്ന് എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ: A suitcase with measures 80 cm into 48 cm into 24 cm is to be covered with a tarpaulin cloth. How many meters of tarpaulin of width 96 cm is required to cover 100 such suitcases? അപ്പോൾ നമുക്കറിയാം suitcase ഏതിൻ്റെ ഷേപ്പിലാണ്? ക്യൂബോയിഡിൻ്റെ ഷേപ്പിലാണ്. അപ്പോൾ ആ suitcaseൻ്റെ ഏരിയ ആദ്യം കണ്ടുപിടിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് അത് കവർ ചെയ്യാൻ എത്ര ടാർപോളിൻ, അതായത് ഒരു സ്യൂട്ട് കേസ് കവർ ചെയ്യാൻ എത്ര ടാർപോളിൻ ക്ലോത്ത് വേണം, അതിൻ്റെ വിഡ്ത്ത് നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു ക്യൂബോയിഡൽ ബോക്സ് എടുത്ത് ഈ ഒരു ബോക്സിന് നമ്മൾ കവർ ചെയ്യുമ്പോൾ, ഇപ്പോൾ സ്യൂട്ട് കേസ് ആണെന്ന് വിചാരിക്കുക, ഇതിനെ നമ്മൾ കവർ ചെയ്യാൻ എടുക്കുന്ന ക്ലോത്ത്, അതായത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഉണ്ടാവും. അതിൻ്റെ ബ്രെഡ്ത്ത് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 96 സെൻറ്റിമീറ്റർ ആണ്. ലെങ്ത് ആണ് അറിയേണ്ടത്. അപ്പോൾ ഒരു ബോക്സിന് കവർ ചെയ്യാൻ ആവശ്യമായ ടാർപോളിൻ ക്ലോത്തിൻ്റെ ലെങ്ത് ആദ്യം കണ്ടുപിടിക്കുക. അതിനുശേഷം അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100 സ്യൂട്ട് കേസ് കവർ ചെയ്യാൻ എത്ര ലെങ്ത് വേണം എന്നുള്ളത് കിട്ടും. അപ്പോൾ ആദ്യം TSA, അതായത് ടോട്ടൽ ഓഫ് സ്യൂട്ട് കേസ് ഇവിടെ ക്യൂബോയിഡൽ ഷേപ്പാണ്. അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് 2 ഇൻറ്റു എൽ ബി പ്ലസ് ബി എച്ച് പ്ലസ് എച്ച് എൽ ആണ്. അവിടെ എൽ എന്ന് പറയുന്നത് 80 സെൻറ്റിമീറ്റർ, ബി എന്ന് പറയുന്നത് 48 സെൻറ്റിമീറ്റർ, എച്ച് എന്ന് പറയുന്നത് 24 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മളിത് ഫോർമുലയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 2 ഇൻറ്റു എൽ ബി 80 ഇൻറ്റു 48 പ്ലസ് ബി ഇൻറ്റു എച്ച് 48 ഇൻറ്റു 24 പ്ലസ് എച്ച് ഇൻറ്റു എൽ 24 ഇൻറ്റു 80. ഇനി ഇത് 2 ഇൻറ്റു ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. 48 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ 64, 6 32 പ്ലസ് 6 38 384. അവിടെ ഒരു 0 പ്ലസ് 48 ഇൻറ്റു 24 32 3 19 16 1 9 2 5 11 1152 എന്ന് വന്നു. പ്ലസ് 24 ഇൻറ്റു 8 24 ഇൻറ്റു 8 എന്ന് പറയുമ്പോൾ 32 3 16 പ്ലസ് 3 90 1920. അപ്പോൾ ഇത്രയാണ് വരുന്നത്. ഇനി ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം 3840 1152 1920 ആഡ് ചെയ്യുമ്പോൾ 2 9 പ്ലസ് 2 11 1 9 9 9 18 18 19 1 5 6 6 9 1 2 ഇൻറ്റു 2 ചെയ്യണം. അപ്പോൾ ഇവിടെ 4 2 18 1 30 13824 ആണ് നമുക്ക് കിട്ടുന്നത്. ഇത്രയും സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് എന്ത് ഒരു സ്യൂട്ട് കേസിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ഭാഗമാണ് നമുക്ക് കവർ ചെയ്യേണ്ടത്. ഇത്രയും സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഒരു സ്യൂട്ട് കേസ്. ഇവിടെ നമുക്ക് ഇനി വേണ്ടത് ലെങ്ത് ഓഫ് ടാർപോളിൻ ക്ലോത്ത് ആണ്.
ലെങ്ത് ഓഫ് ടാർപോളിൻ ക്ലോത്ത് എന്ന് പറയുന്നത്, ടാർപോളിൻ ക്ലോത്ത് ഈക്വൽ ടു, അതായത് ഒരു സ്യൂട്ട് കേസ് കവർ ചെയ്യാൻ ആവശ്യമുള്ള ടാർപോളിൻ ക്ലോത്തിന്റെ ലെങ്ത്. ഇവിടെ നമ്മൾ ആ ടാർപോളിൻ ക്ലോത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? അതൊരു റെക്ടാങ്കിൾ ഷേപ്പ് ആണെന്ന് വിചാരിക്കും. L×B ആണ്. അത് ഏതിന് ഈക്വൽ ആയിരിക്കും? ആ സ്യൂട്ട് കേസ്. ഇപ്പം ഞാൻ പറഞ്ഞു ഇതൊരു സ്യൂട്ട് കേസ് ആണെന്ന് വിചാരിക്കും. ഇത് കവർ ചെയ്യാൻ എടുക്കുന്ന ടാർപോളിൻ ക്ലോത്തിന്റെ അളവ് എന്ന് പറയുന്നത് ഇതിന്റെ ഏരിയക്ക് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് കാണേണ്ടത് ലെങ്ത് ഓഫ് ടാർപോളിൻ ക്ലോത്ത് ആണ്. അതായത് L×B എന്ന് പറയുന്നത് ഏതിന് ഈക്വൽ ആണ്? ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് സ്യൂട്ട് കേസിന് ഈക്വൽ ആണ്. അപ്പോൾ ഇതിൽ ബി ഇല്ല, L×B ആണ് ഇതിന് ഈക്വൽ. അതായത് L ലെങ്ത് ഓഫ് ടാർപോളിൻ ക്ലോത്ത് അതിന്റെ വിഡ്ത്തും കൂടി ചേർന്ന് കഴിഞ്ഞാലാണ് ടോട്ടൽ CSA ഓഫ് സ്യൂട്ട് കേസ്, അതായത് ആ സ്യൂട്ട് കേസിന്റെ ഏരിയക്ക് ഈക്വൽ. നമുക്ക് ഇവിടെ ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട്, ലെങ്ത് ആണ് കാണുന്നത്. അപ്പോൾ ലെങ്ത് കാണണമെങ്കിൽ ഇതിനെ എന്ത് ചെയ്യുക? B കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതായത് വിഡ്ത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ വിഡ്ത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 13824 ഡിവൈഡ് ബൈ വിഡ്ത്ത് എത്രയാണ്? 96. ഇതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരുന്നതെന്നുള്ളത് നോക്കാം. ഇതിനെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 4 48. ഇതിന് 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 6 9 1 2. ഇനി നമുക്ക് 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 24. ഇത് 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 3 4 5 6. ഇനി നമുക്ക് ഇതിൽ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 12. ഇതിനെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 1 7 2 8. ഇനി 2 കൊണ്ട് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യുക. 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 6. ഇവിടെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 8 6 4. അപ്പോൾ 864/6 ആണ് കിട്ടിയത്. അപ്പോൾ 1 6 26 എന്ന് പറയുമ്പോൾ 4 144 ആണ് വരുന്നത്. ഇങ്ങനെ ക്യാൻസൽ ചെയ്യാൻ അറിയില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? അതിനെ ഡിവൈഡ് ചെയ്യുക. 13824 96 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 144 ആണ് കിട്ടുന്നത്. 144 എത്രയാണ്? സെൻറ്റിമീറ്റർ. ഇത് എന്തോ റിക്വയർഡ് ടു കവർ 1 സ്യൂട്ട് കേസ് ആണ്. നമുക്ക് എത്ര സ്യൂട്ട് കേസിൻ്റെതാണ് വേണ്ടത്? 100 സ്യൂട്ട് കേസിന്. അപ്പോൾ ലെങ്ത് ഓഫ് ടാർപോളിൻ റിക്വയർഡ് ടു കവർ 100 സ്യൂട്ട് കേസിന് എത്രയായിരിക്കും? 144 × 100 ഇസ് ഈക്വൽ ടു, എഴുതിയാൽ 0 ഇത്രയും സെൻറ്റിമീറ്റർ. അപ്പോൾ 100 സ്യൂട്ട് കേസിന് അവിടെ എഴുതണം ലെങ്ത് ഓഫ് ടാർപോളിൻ റിക്വയർഡ് ടു കവർ 100 സ്യൂട്ട് കേസ് ഈക്വൽ ടു 144 × 100 ചെയ്യുക. ഇത്രയായിരിക്കും അതിൻ്റെ ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സൈഡ് ഓഫ് എ ക്യൂബ് ഹൂസ് സർഫസ് ഏരിയ ഈസ് 600 cm². ഇവിടെ നമുക്ക് ക്യൂബിൻ്റെ സർഫസ് ഏരിയ തന്നിട്ടുണ്ട്, സൈഡ് കാണാനാണ് പറയുന്നത്. അപ്പോൾ സർഫസ് ഏരിയ, അതായത് സർഫസ് ഏരിയ ഓഫ് ക്യൂബ് എന്താണ്? നമ്മൾ നേരത്തെ നോക്കിയതാണ് 6a². അപ്പോൾ അതിൽ എ എന്ന് പറയുന്നത് അതിൻ്റെ സൈഡാണ്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 6a² എന്ന് പറയുന്നത് എത്രയാണ്? 600 എന്ന് തന്നിട്ടുണ്ട്. സർഫസ് ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ a² ഈക്വൽ ടു 600/6. 600/6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ആണ്. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്നത് √100. ഇവിടെ a² ആണ് 100, എ എന്ന് പറയുമ്പോൾ √100. അപ്പോൾ 10 സെൻറ്റിമീറ്റർ യൂണിറ്റ് എഴുതുക കറക്റ്റായിട്ട്, സെൻറ്റിമീറ്റർ² ആയതുകൊണ്ട്. അപ്പോൾ എ എന്ന് പറയുന്നത് സെൻറ്റിമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Bricks are painted the outside of cabinet of measure 1 meter into 2 meter into 1.5 meter. How much surface area did she cover if she painted all except the bottom of the cabinet? അപ്പോൾ ഇവിടെ ബോട്ടത്തിൽ പെയിന്റ് ചെയ്യുന്നില്ല. നമ്മൾ ഒരു ക്യാബിനറ്റ്, അതിൻ്റെ ബോട്ടം എന്താണ്? L×B ആണ്. അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം പെയിന്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമുക്കറിയാം ടോട്ടൽ, അതായത് CSA എന്ന് പറയുന്നത് 2H × L+B ആണ്. അതിൻ്റെ കൂടെ എന്ത് ചെയ്താൽ മതി? ഒരു L+Bയും കൂടി ആഡ് ചെയ്താൽ മതി. ടോട്ടൽ സർഫസ് ഏരിയ എടുക്കണ്ട. ടോട്ടൽ സർഫസ് ഏരിയ എടുക്കുന്നതെങ്കിൽ LB മൈനസ് ചെയ്യേണ്ടി വരും, അതായത് അടിഭാഗം പെയിന്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കിവിടെ ഏരിയ, സർഫസ് ഏരിയ എന്ന് പറയുന്നത്
ഇങ്ങനെയാണ് വരിക 2h ഇൻറ്റു എൽ പ്ലസ് ബി. അതായത് അതിൻ്റെ 4 സൈഡും കിട്ടി. മോൾ ഭാഗം വേണം. മോൾ ഭാഗം എന്ന് പറയുന്നത് എൽ ഇൻറ്റു ബി. അത് അതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ 2 ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് 1.5, എൽ 1 പ്ലസ് ബി 2 പ്ലസ് എൽ ഇൻറ്റു ബി 1 ഇൻറ്റു 2. അപ്പോൾ ഇത് നമുക്ക് 15 ഇൻറ്റു 2 30 ആണ്. പോയിന്റ് ഉള്ളത് കൊണ്ട് 3.0. ഇവിടെ 3 തന്നെ. 1 പ്ലസ് 2 എന്ന് പറയുന്നത് 3. ഇവിടെ 2. അപ്പോൾ 3 ഇൻറ്റു 3 9. 9 പ്ലസ് 2 11 മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഇത്രയും ഭാഗമാണ് പെയിൻറ് ചെയ്യുന്നത്. 11 മീറ്റർ സ്ക്വയർ. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ 5th ക്വസ്റ്റ്യൻ. ഡാനിയൽ ഈസ് പെയിന്റിംഗ് ദ വാൾസ് ആൻഡ് സീലിംഗ് ഓഫ് എ ക്യൂബോയിഡൽ ഹോൾ. വാളും സീലിംഗും ആണ് പെയിന്റ് ചെയ്യുന്നത്. ക്യൂബോയിഡൽ ഹോൾ വിത്ത് ലെങ്ത് ബ്രെഡ്ത്ത് ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഫ്രം ഈച്ച് ക്യാൻ ഓഫ് പെയിന്റ് കവേഴ്സ് 100 മീറ്റർ സ്ക്വയർ ഓഫ് ഏരിയ ഈസ് പെയിന്റഡ്. ഇവിടെ നമുക്ക് നമ്പർ എത്ര ക്യാനും ആവശ്യമുണ്ടാവും. ഒരു ക്യാൻ കൊണ്ട് പെയിന്റ് ചെയ്യാൻ പറ്റുന്നത് 100 മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഏതൊക്കെയാണ് പറയുന്നത്? 4 വോൾസും സീലിങ്ങും. അപ്പോൾ അടിഭാഗം ഇല്ല. ഫ്ലോറ് നമ്മൾ പെയിന്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഏരിയ പെയിന്റ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും? നേരത്തെ ചെയ്ത അതേപോലെ തന്നെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2h ഇൻറ്റു എൽ പ്ലസ് ബി പ്ലസ് എൽ പ്ലസ് ബി ആയിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് അത് കണ്ടുപിടിക്കാം. അതിനുശേഷം എത്ര ക്യാൻ ആവശ്യമുണ്ട് എന്നുള്ളത് കാണാം. അപ്പോൾ സർഫസ് ഏരിയ കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ 2 ഇൻറ്റു എച്ച് എത്രയാണ്? 7, എൽ 15 പ്ലസ് ബി എന്ന് പറയുന്നത് 10 പ്ലസ് എൽ ഇൻറ്റു ബി 15 ഇൻറ്റു 10. അപ്പോൾ ഇതിൽ നമുക്ക് 2 ഇൻറ്റു 7 ഇൻറ്റു ഇത് എത്രയാണ്? 25 പ്ലസ് 150. ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 25 ഇൻറ്റു 40 2 10 5 2 350. 350 പ്ലസ് 150 എന്ന് പറയുന്നത് 500. അപ്പോൾ 500 മീറ്റർ സ്ക്വയർ. ഇത്രയും ഏരിയ ആണ് നമുക്ക് പെയിന്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ക്യാൻ കൊണ്ട് 100 മീറ്റർ സ്ക്വയർ മാത്രമേ പെയിന്റ് ചെയ്യാൻ കഴിയൂ. അപ്പോൾ നമ്പർ ഓഫ് ക്യാൻ ആണ് നമുക്ക് ഇവിടെ കാണേണ്ടത്. നമ്പർ ഓഫ് ക്യാൻ എന്ന് പറയുന്നത് എത്ര ക്യാൻ പെയിന്റ് ആവശ്യമുണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്പർ ഓഫ് ക്യാൻ എന്ന് പറയുന്നത് എത്ര ഏരിയ ആണ് നമുക്ക് പെയിന്റ് ചെയ്യേണ്ടത്? 500. അതായത് സർഫസ് ഏരിയ ഡിവൈഡ് ബൈ ഏരിയ പെയിന്റഡ് ബൈ 1 ക്യാൻ ആണ് വേണ്ടത്. അപ്പോൾ സർഫസ് ഏരിയ എത്രയാണ്? 500 ഡിവൈഡ് ബൈ 100 ഇസ് ഈക്വൽ ടു 5 ക്യാൻ ആവശ്യമുണ്ടാവും. അത്രയും, അതായത് 4 വോൾസും ആ ഒരു സീലിങ്ങും പെയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 5 ക്യാൻ പെയിന്റ് ആവശ്യമുണ്ട്. അടുത്ത ഭാഗം ഇനി സിലിണ്ടറിനെയാണ്. അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.